ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കാടമുട്ട കൊണ്ടുള്ളൊരു ഫ്രൈ ആട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി കാടമുട്ട ഇല്ലേ, അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം. അതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുക്കണം. എന്നിട്ട് പൊങ്ങിയെടുക്കാം. അതിൽ ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മാവ് റെഡിയാക്കി എടുക്കണം. ഇതിലാണ് കാടമുട്ട ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി മൈദ ഇല്ലേ, ഒരു കപ്പ് എടുക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾ പൗഡർ ഇല്ലേ, മഞ്ഞൾപ്പൊടി, അത് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കരിഞ്ജീരകമില്ലേ, അത് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മാവാക്കി റെഡിയാക്കി എടുക്കണം. നല്ല ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ നന്നായിട്ട് ലൂസ് ആവാനും പാടില്ല. ഒരു കറക്റ്റ് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കാടമുട്ടയില്ലേ, അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിൽ ഒരു കടായി വെക്കണം കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം ഓരോ കാടമുട്ടയും മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കാടമുട്ട കൊണ്ടുള്ള ഫ്രൈ റെഡി ആയിട്ടോ. പിന്നെ ഇതിലേക്ക് സോസ് വേണമെങ്കിൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയി. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.